ഹായ് ഹലോ ഒരുവണ്ണ അസ്സലാമലൈക്കും. ഇന്ന് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. ഉമ്മച്ചി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് പുറത്തൊക്കെ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ പെൻഡിങ് വർക്ക്സ്, നോട്ട്സ് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്ത് സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ഉണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്ക് കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന്. കാണിക്കാൻ വേറൊന്നുമില്ല, എന്നെപ്പോലെ 10th പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ എന്താ നിങ്ങളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകാമെന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. 8ലും 9ലൊക്കെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് കിട്ടുമ്പോഴത്തേക്കും ഹാപ്പി ആയിരുന്നു. കുറച്ച് പുതിയ ചാപ്റ്റേഴ്സ് കൂടുതൽ പഠിക്കാമല്ലോ, ഇതാണ്. ഇപ്പം അത്ര സന്തോഷമില്ല, കാരണം ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് പബ്ലിക് എക്സാം എഴുതണ്ടേ. അപ്പോൾ ഫസ്റ്റ് മാത്സ് ആണ് എടുത്തത്. അതിലിനിയും 6 ചാപ്റ്റർ ഉണ്ട്. അടുത്തത് ഹിസ്റ്ററി, അതിലിനിയും 4 ചാപ്റ്റർ ഉണ്ട്. ഞാൻ ജോഗ്രഫിയും അത്രയൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അത് ഒരു ചാപ്റ്റർ കുറച്ച് അവർ 3 ഇട്ടിട്ടുള്ളൂ. അത് തന്നെ ധാരാളം. അടുത്തത് IT ആണ്. അപ്പോൾ IT യിലും അതുപോലെ എത്ര ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. IT യിൽ 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. മാത്സ് മാത്രം ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ സ്കൂളിൽ. പിന്നെ കെമിസ്ട്രിയിലും ഫിസിക്സിലും ബയോളജി, സയൻസ് മൂന്ന് പാഠങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരിയെങ്കിലും എളുപ്പമുള്ളത് എന്ന് ബയോളജി ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ എക്സാമോടെ അതും എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, കാരണം എല്ലാം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ ഇംഗ്ലീഷിൽ 2 യൂണിറ്റ് ഉണ്ട്. അവസാനം കാണിച്ചത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ടെക്സ്റ്റ് എന്തിനാണെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിച്ച് പോകാറുണ്ട്. ആദ്യമൊക്കെ 8ലും 9ലൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതുമില്ല. പിന്നെ ഈ ലേബർ ഇന്ത്യയാണ് ഞാൻ എൻ്റെ ഗൈഡായിട്ട് ഉപയോഗിക്കുന്നത്. IT ക്ക് പിന്നെ സെപ്പറേറ്റ് ഒരു ബുക്കാണ്.